ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഏകദിന ടീമിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്താത്തതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇന്ത്യ കളിച്ച അവസാന ഏകദിനത്തിൽ സെഞ്ചുറി നേടിയിട്ടും എന്തിന് സഞ്ജുവിനെ തഴയുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ ചോദ്യം. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ചോദ്യത്തിൻ്റെ മറുപടി പറയാനല്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ വേണ്ടി. ഗുഡ് മോർണിംഗ്, പറയൂ അനിൽ വാസുദേവ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. വീണ്ടും സഞ്ജുവിനോട് എന്തിനീ അനീതി എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുകയാണ്. ഇതിന് കാരണം ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഏകദിന ടീമിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്തിയിട്ടില്ല. 2020 ടീമിൽ സഞ്ജു ടീമിലുണ്ട്. പക്ഷേ ഏകദിന ടീമിൽ സഞ്ജു എന്തായാലും ടീമിൽ ഇടം പിടിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത്. അതിനുള്ള കാരണം അവസാനം ഇന്ത്യ കളിച്ച മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ സെഞ്ചുറി നേടിയ താരമാണ് സഞ്ജു. ആ മത്സരത്തിൽ സഞ്ജുവിൻ്റെ ഒറ്റയാൾ പ്രകടനത്തിൻ്റെ മികവിലാണ് ഇന്ത്യ ജയവും ഒപ്പം തന്നെ പരമ്പരയും നേടിയത്. അപ്പോൾ സഞ്ജു തൻ്റെ കരിയറിലെ ഏറ്റവും നിർണായകമായ ഇന്നിങ്സ് കളിച്ചിട്ടും മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് പോലും സഞ്ജുവിനെ വീണ്ടും തഴയുന്നു എന്നുള്ളതാണ് കാരണം. സഞ്ജുവിന് പകരം ടീമിലെടുത്തിരിക്കുന്നത് ഋഷഭ് പന്തിനെയാണ്. അദ്ദേഹത്തിന് ഏകദിനത്തിൽ അത്ര നല്ല റെക്കോർഡല്ല. 30 മത്സരങ്ങളിൽ ഇതുവരെ കളിച്ച ശേഷം 865 റൺസ് മാത്രമാണ് ഋഷഭ് പന്തിന് നേടാനായത്. അതും 34.5 മാത്രമാണ് ശരാശരി എന്ന് എടുത്തു പറയണം. പക്ഷേ സഞ്ജുവിനാകട്ടെ 16 മത്സരങ്ങളെ ഇക്കാലയളവിൽ അവസരം കിട്ടിയുള്ളൂ. 500-ലധികം റൺസ് നേടിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെ മത്സരത്തിൽ സെഞ്ചുറി. അതുതന്നെയാണ് സഞ്ജുവിൻ്റെ ഏറ്റവും പക്വതയാർന്ന ഇന്നിങ്സ്, സഞ്ജുവിൻ്റെ ഏറ്റവും മികച്ച ഇന്നിങ്സ് എന്ന എല്ലാവരും ഇതിഹാസ താരങ്ങളൊക്കെ തന്നെ വാഴ്ത്തിപ്പാടുന്ന ആ ഇന്നിങ്സ് മറന്നുകൊണ്ടാണ് ഇപ്പോൾ സഞ്ജുവിനെ ഏകദിന ടീമിൽ തഴഞ്ഞപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയാണ്. ആ ടീമിൽ സഞ്ജു സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ടെങ്കിലും ഇടം പിടിക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഋഷഭ് പന്തിനെ വീണ്ടും കെട്ടിയിറക്കുന്ന കാഴ്ച കാണുന്നത്. സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസിലെ ടീമംഗമായ റിയാൻ പരാഗിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ റിയാൻ പരാഗിനെ ഒരു ഓൾറൗണ്ടർ എന്ന തരത്തിലാണ് ടീമിലെടുക്കുന്നത്. സഞ്ജുവിനോട് വലിയ രീതിയിൽ അനീതി എന്ന ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് പറയാം ഇക്കാര്യത്തിൽ. എസ് കെ. ഓക്കെ, താങ്ക് യു സഞ്ജു സാംസൺ.